നമസ്കാരം. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ടിവികൾക്കായി BSNL ലൈവ് TV ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് നിലവിൽ ആൻഡ്രോയിഡ് ടിവികളിൽ മാത്രമാണ് ഇപ്പോൾ ലഭ്യമാവുകയുള്ളൂ. അതിനാൽ ഉപയോക്താക്കൾക്ക് അവരുടെ ആൻഡ്രോയിഡ് ടിവികൾക്കായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വി കണക്റ്റ് ആണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആപ്പിന് ഇതുവരെ 10 ഡൗൺലോഡുകൾ മാത്രമാണുള്ളത്. BSNL ലൈവ് TV ആപ്പിന്റെ പ്രവർത്തനങ്ങളും സവിശേഷതകളും എന്താണ് എന്നത് ഇതുവരെ വ്യക്തമല്ല. അബൌട്ട് ദിസ് ആപ്പ് എന്ന വിഭാഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ സേവനം ഇന്ത്യയിൽ ഒരു ഏകീകൃത 4K HVC അല്ലെങ്കിൽ ഉയർന്ന കാര്യക്ഷമതയുള്ള വീഡിയോ കോഡിംഗ് നെറ്റ്വർക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കേബിൾ TV, ഇന്റർനെറ്റ്, ലാൻഡ് ലൈൻ, ടെലിഫോൺ സേവനങ്ങൾ എന്നിവ ഒരൊറ്റ CPU വഴി നൽകുന്നുണ്ട്. ഈ ഉപകരണം ഒരു 4K വീഡിയോ ഇന്റർഫേസ് ഉൾക്കൊള്ളുന്നതാണ്. ബിൽറ്റ് വൈഫൈ റൂട്ടറിൽ പ്രധാന OTT ആപ്പുകളിലേക്കുള്ള ആക്സസ്, സംയോജിത CCTV കഴിവുകൾ എന്നിവയെല്ലാം ആൻഡ്രോയിഡ് ബേസ് സിസ്റ്റം വഴിയാണ് പ്രവർത്തിക്കുന്നത്. ഈ ആപ്പിനുള്ള പ്രതികരണം എങ്ങനെ ആയിരിക്കുമെന്നത് കണ്ടറിയേണ്ടതുണ്ട്. നിലവിൽ BSNL ഫൈബർ വഴി IPTV അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ TV സേവനങ്ങൾ വളരെ കുറഞ്ഞ നിരക്കിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. റിലയൻസ് ജിയോയുടെയും ഭാരതി എയർടെലിന്റെയും സമാന സേവനങ്ങളോടുള്ള മത്സരത്തിനായിരിക്കും BSNL തയ്യാറെടുക്കുന്നത്. 2024 ഫെബ്രുവരി 2-ന് BSNL നിന്നുള്ള ഒരു റിലീസ് ഉള്ളത് ഇങ്ങനെയാണ്: BSNL പ്രതിമാസം 130 രൂപ നിരക്കിൽ ഫൈബർ വഴി ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിവിഷൻ സേവനങ്ങൾ നൽകുന്നു. HD പാക്കുകൾ 2 പ്ലാനുകൾക്ക് കീഴിൽ ലഭ്യമാണ്. HD സ്റ്റാർട്ടർ 270 രൂപയ്ക്ക് 211 TV ചാനലുകളും 223 TV ചാനലുകളുള്ള HD ബൊണാൻസയും 400 രൂപയ്ക്ക് ആൻഡ്രോയിഡ് TV സെറ്റുകളിൽ സെറ്റ് ഓഫ് ബോക്സ് ഇല്ലാതെ പ്രവർത്തിക്കാമെന്നതാണ്. BSNLന്റെ ലൈവ് TV ആപ്പ് പ്രഖ്യാപനം BSNLന്റെ അംഗീകൃത അസോസിയേഷൻ പങ്കിട്ടിട്ടുണ്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം കമ്പനിയും 4G അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ. ഇതുവരെ 25,000 സൈറ്റുകൾ BSNL കവർ ചെയ്തിട്ടുണ്ട്. വരും മാസങ്ങളിൽ 75,000 സൈറ്റുകളിൽ എത്താനാണ് കമ്പനി പദ്ധതിയിടുന്നത്. എന്നാൽ ആൻഡ്രോയിഡ് TV, ആപ്പിൾ tvOS, ആമസോൺ ഫയർ OS എന്നിവ ഉൾപ്പെടെ എല്ലാ പ്രധാന സ്മാർട്ട് TV പ്ലാറ്റ്ഫോമുകളിലും ജിയോ TV+ ഇപ്പോൾ ആക്സസ് ചെയ്യാവുന്നതാണ്. തുടക്കത്തിൽ ജിയോ എയർ ഫൈബർ, ജിയോ ഫൈബർ സെറ്റ് ഓഫ് ബോക്സുകൾക്ക് മാത്രമുള്ള ഈ വിപുലീകരണം കൂടുതൽ ഉപയോക്താക്കളെ അതിന്റെ സവിശേഷതകൾ ആസ്വദിക്കാൻ അനുവദിക്കുന്നതാണ്. കുറച്ചുനാൾ മുന്നേ വരെ ജിയോ ഫൈബർ, ജിയോ എയർ ഫൈബർ ഉപയോക്താക്കൾക്ക് ഒരൊറ്റ ടെലിവിഷനിൽ മാത്രമേ ജിയോ TV+ ആക്സസ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. ഈ പുതിയ മാറ്റം കൊണ്ട് ഉപഭോക്താക്കൾക്ക് ഒരു സെക്കൻഡറി സ്മാർട്ട് TVയിൽ ആപ്പ് വെവ്വേറെ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു അധിക ജിയോ സെറ്റ് ഓർഡർ ചെയ്തുകൊണ്ട് 2 ടെലിവിഷനുകളിൽ ഒരൊറ്റ ജിയോ TV+ അക്കൗണ്ട് ഉപയോഗിക്കാൻ സാധിക്കും.